സഹൃദയരെ, ഞാൻ ഇവിടെ ചെയ്യുന്ന ഔഷധം ഒരു വായുവിന് വേണ്ടിയാണ്. വായു 42 എണ്ണങ്ങളുണ്ട് തരം തിരിച്ചെടുക്കാൻ. പക്ഷേ ഇത് അഗ്നിവായു എന്ന് പറയുന്ന രോഗത്തിനാണ് ഈ നാരങ്ങ നീര് പിഴിഞ്ഞെടുക്കുന്നത്. നാരങ്ങ നീരെടുത്ത് ഇഞ്ചിയുമായി യോജിപ്പിച്ച് ഉണക്കിക്കൊണ്ടാണ് ചൂർണം റെഡിയാക്കുന്നത്. പക്ഷേ ഇത് എല്ലാ വായുവും കേൾക്കില്ല. ഈ ഒരു വായു കൃത്യമായും കേട്ടിരിക്കും. അഗ്നിവായുവിന് വേണ്ടി ചെയ്യുന്ന മരുന്ന് അഗ്നിവായു തന്നെ ശമിപ്പിക്കുകയുള്ളൂ. ഇഞ്ചി നാരങ്ങ നീര് പിഴിഞ്ഞെടുത്ത് അതിനെ ഇഞ്ചി തട്ടയാണ് അതിൽ കൂടി നാരങ്ങ നീരിനെ ഒഴിക്കുകയാണ്. ഇതിനെ ഇനി വെയിലത്ത് വെച്ച് ഉണക്കും. ഈ നീരുകളെല്ലാം പറ്റിക്കും. നീരുകളെല്ലാം പറ്റിച്ച് അതിനെ പിന്നെ എടുത്ത് ഉണക്കി അങ്ങാടി മരുന്നുമായി ചേർത്ത് കൊടുക്കുന്നതാണ് അഗ്നിവായുവിനുള്ള മരുന്ന്. ഇനി ഈ അഗ്നിവായു ശരീരത്ത് വന്നാൽ അതിനെ തിരിച്ചറിയേണ്ട രോഗലക്ഷണങ്ങളാണ് അടുത്ത് പറയുന്നത്. അഗ്നിവായു വരുന്ന ഒരു വ്യക്തിക്ക് വയറ് പെരുമലുണ്ടാവും. മലം പോവാതെ വയറ് പെരുകി മലം കാഞ്ഞ് വരണ്ടു പോവും. ഈ ഉണക്കമലം പോലെ പുറത്ത് ചാടും. പോകാൻ വലിയ കഷ്ടമായിരിക്കും. പിന്നെ കൈകാലിന് കനം തോന്നിക്കും. ഇത്രയും രോഗലക്ഷണങ്ങളാണ് ഈ അഗ്നിവായു എന്ന് തിരിച്ചറിയാനുള്ള കാരണങ്ങൾ. ഇത് ഞങ്ങളെ പൂർവികര കാലം മുതലേ ഇങ്ങനെ രോഗനിർണയം നടത്തിയിട്ടാണ് മരുന്ന് ചെയ്യുന്നത്. ആ മരുന്നിന് ഫലവും ഉണ്ടാവും. ആ രോഗം മാത്രമേ കേൾക്കുകയുള്ളൂ. ഇത് രോഗനിർണയം നടത്തിക്കൊണ്ട് മരുന്ന് ചെയ്യുന്ന ഒരു മുറയാണ് ഈ കാണിക്കുന്നത്. ഇനിയും അത് ഉണ്ടാവും. ഇത് ഇപ്പോൾ വന്ന രോഗിക്ക് വേണ്ടി ഇത് ചെയ്യുകയാണ്. ഇനി അടുത്ത് വരുന്ന രോഗിക്ക് അടുത്ത് വേറെ മരുന്നായിരിക്കും ചെയ്യുന്നത്. ഇതേ രോഗം ഈ അഗ്നിവായു മാറാൻ വേണ്ടിയിട്ട് ഒരു കഷായം, ഒരു ചൂർണം, ഒരു ലേഹ്യം, ഈ 3 മരുന്നും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ അഗ്നിവായു ശമിക്കും. ശരീരത്തിൻ്റെ ചൂടും കാന്തലും ഒക്കെ ശമിക്കും. നമ്മൾ ഇഞ്ചി നീരിൽ ഉണക്കിയ നാരങ്ങ നീരിൽ ഉണക്കിയ ഇഞ്ചി ഉണക്കി പരുവം ചെയ്യുകയാണ്. ഇത് അഗ്നിവായുവിനാണ്. നെഞ്ചരിപ്പ്, വയറുമന്ദം ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് ഈ മരുന്ന്. നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യിലാണ് വറുത്ത് പരുവം ചെയ്തത്. ഈ രോഗത്തിൻ്റെ പേര് അഗ്നിവായു. മലയിറുക്കം, വയറ് ചെറുതാ, പെരുമി അങ്ങനെ ഇരിക്കും. എന്നിട്ട് വായു മല പോവാതെ ആവും. നെഞ്ചെരിപ്പ്, ആഹാരം വെറുപ്പ്, വയറുമന്ദം ഇങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് ഈ മരുന്ന് തയ്യാറാക്കുന്നത്. ഇത് ഇഞ്ചി വറുത്തെടുക്കുകയാണ് നെയ്യിൽ. നേരത്തെ നാരങ്ങ നീരിലായിരുന്നു. ഇപ്പോൾ നാരങ്ങ നീരിൽ പരുവം ചെയ്തതിന് ശേഷമാണ്, ഉണക്കി പരുവം ചെയ്തതിന് ശേഷമാണ് ഇഞ്ചി തീയിൽ വറുക്കുന്നത് നെയ്യ് ചേർത്ത്. ഇനി അടുത്ത് ഇതിൻ്റെ അങ്ങാടി മരുന്നിലേക്കാണ് പോണത്.
ഈ വയറുപരിപ്പ്, മന്ദം, മലം ഇറുകിപ്പോക്ക്, മലം പോകാതെ തന്നെ ബുദ്ധിമുട്ട്, ആഹാരം വെറുപ്പ്, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് ഇങ്ങനെയുള്ള ഈ രോഗത്തിൻ്റെ പേര് അഗ്നി വായു എന്നാണ്. ചൂടുണ്ടായി ഉണ്ടാവുന്നതാണ്. അഗ്നി വായുവിന് ഇഞ്ചി ചൂർണം എന്ന് പേര്. അഗ്നി വായുവിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറ് മന്ദത, വയറ് പെരുക്കം, ആഹാരം വെറുപ്പ്, നെഞ്ചെരിപ്പ്, വയറ് മന്ദത, മലം പോകാതെ ഇറുകും. വലിയ കഷ്ടപ്പെട്ടേ പോകുള്ളൂ. അത്രയും രോഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഇഞ്ചി ചൂർണം തയ്യാറാക്കുന്നത്. നാരങ്ങ നീരിൽ പാവന ചെയ്ത ഇഞ്ചിയെ ചൂർണമാക്കി അങ്ങാടി മരുന്നും എല്ലാം കൂടി ചേർത്ത് ചൂർണമാക്കി ഈ ചൂർണത്തിനെ ഇനി ഇതാ മാച്ചീനി ചേർത്താണ് വിരവി അരയ്ക്കുന്നത്. ഇത് മാത്രമായി തിന്നാൻ പറ്റില്ല, അങ്ങാടി മരുന്ന് മാത്രമായി കഴിക്കാൻ പറ്റില്ല. അതിൽ കൂടെ ചേർക്കുന്നതാണ് മാച്ചീനി. ഇത് മാച്ചീനിയാണ്. മാച്ചീനി എന്ന് പറയുന്നത് ഒരു മരുന്ന് പഞ്ചസാര പോലത്തെ സാധനം തന്നെയാണ്. ഇതും കൂടി ഇട്ട് വിരവയാണ്. ഇല്ലെങ്കിൽ ഈ ചൂർണം കഴിക്കുമ്പോൾ വായിലൊട്ടും. മധുരം ഉണ്ടായിരുന്ന അതുമല്ല വിൽക്കുകയും ചെയ്യും. മധുരം ഉണ്ടായിരുന്ന വിൽക്കുകയും ഇല്ല, വായിൽ ഒട്ടുകയും ഇല്ല. ഇത് അഗ്നി വായുവിന് ഇഞ്ചി നാരങ്ങ നീരിൽ പാവന ചെയ്ത് ഉണക്കിയെടുക്കുന്നത് കാണിച്ച്, അടുത്ത് ഉണക്കിയെടുത്ത ഇഞ്ചിയെ വറുത്ത് അതിനെ ഇതാ ചൂർണമാക്കി അങ്ങാടി മരുന്നൊക്കെ കൂടി ചേർത്ത്. ഇത് അഗ്നി വായുവിന് വേണ്ടി ചെയ്യുന്നതാണ്. വേറെ ഒരു വായു ഇതിൽ കേൾക്കില്ല. അഗ്നി വായുവിൻ്റെ രോഗലക്ഷണം എന്തെന്ന് പറഞ്ഞിരുന്ന വയറ് പെരുക്കം, നെഞ്ചെരിപ്പ്, മലം പോകില്ല, വയറ് എപ്പോഴും പെരുമും, ആഹാരം വെറുപ്പ് വരും. ആഹാരം വയറ് വിശപ്പുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ. ഇത് വിശപ്പ് കാണില്ല, വയറ് പെരുമിയിരിക്കും. ചുമ്മാ വെള്ളവും കുടിച്ചും കൊണ്ട് നടക്കും. കഞ്ഞിവെള്ളമോ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അവർക്ക് ഭയങ്കര ശരീരത്ത് ഭയങ്കര ചൂടായിരിക്കും ഈ രോഗം വരുന്നവർക്ക്. പിന്നെ കീഴ്വായുവും ചില സമയത്ത് പോകാതെ ഇരിക്കും, തടസ്സം ചെയ്യും. മലം ഇറിവി കൊടുക്കും. ഇറിവി എന്ന് പറഞ്ഞാൽ മലം നല്ല പിടുത്തം വരും. അതിനാണ് ഇറിവി പോകുമെന്ന് പറയണത്. ഇതിനെല്ലാത്തിനും ഒരു ആ രോഗം ശമനമല്ല, രോഗം ശരീരത്തിൽ നിന്ന് തീർന്നു പോകാനുള്ള ഒരു മരുന്നാണ് ഇഞ്ചി രസായനം, ഇഞ്ചി ചൂർണം. നാരങ്ങ നീരിൽ റെഡിയാക്കിയ ഇഞ്ചി ചൂർണം. ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു ആയില്യപ്പെട്ട കഷായമുണ്ട്. ആയില്യപ്പെട്ട കഷായം ആദ്യമേ കഴിക്കണം. രണ്ടാമതാണ് ഇഞ്ചി ചൂർണം. മൂന്നാമത് കരിശിലാങ്കണ്ണി ലേഹ്യമാണ്. ഈ രോഗം ശരീരത്തിൽ ഇല്ലാതെയാവും. വയറ് മന്ദത, വയറിൻ്റെ പെരുമൽ, മലം പോവാതിരിക്കുന്നത്, ഈ എല്ലാ രോഗങ്ങളും ഈ പറയുന്ന രോഗലക്ഷണങ്ങളെല്ലാം, നെഞ്ചെരിപ്പ്, വായിന്ന് വെള്ളം ഊറുന്നത്, ഇതെല്ലാം ഈ ചൂർണവും കരിശിലാങ്കണ്ണി ലേഹ്യവും ആയില്യപ്പെട്ട കഷായവും കുടിക്കുന്നതോടൊപ്പം ആ രോഗം അത്രയും തീർന്നു പോവും. അത് ഉറപ്പാണ്. ചുമ്മാ ഭംഗി വാക്കിന് വേണ്ടി പറയണതല്ല. ഇത് രോഗം നോക്കിയെടുത്ത് ചെയ്യുന്നതാണ്. ഇതിനെ വിരവിക്കഴിഞ്ഞ് ഇനി ഇതിനെ അരച്ച് മിക്സ് ചെയ്യാക്കാണ് എൻ്റെ ജോലി. ഇങ്ങനെയാണ് അരച്ച് മിക്സ് ചെയ്യുന്നത്. ഇഞ്ചി ചൂർണം കഴിക്കാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അരച്ച് മിസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ രോഗിക്ക് കൊടുക്കുന്നതും കഴിക്കുന്നതുമാണ്. ഈ രോഗമുള്ളവർക്ക്
നമ്മളെ ബന്ധപ്പെട്ട ഈ രോഗം കംപ്ലീറ്റായി മാറിക്കിട്ടും. ഈ അഗ്നിവായു എന്ന് പറയുന്ന രോഗം ശരീരത്തില്ലാതെയാവും.